ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്നും നല്ല രുചികരവുമായി തയ്യാറാക്കാൻ സാധിക്കുന്ന ആപ്പിളിൻ്റെ ഒരു ഫ്രൈഡ് റോൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ആർട്ട് ഓഫ് ടേസ്റ്റ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ നമ്മൾ മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ആട്ടമാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഈ മാവ് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മാവൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വെള്ളത്തിൻ്റെ അംശം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടെ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം വരെ ഏകദേശം എടുക്കും കേട്ടോ, മാവ് നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരല്പം ഓയിലൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെയുള്ള സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാ ഒരു 3/4 മണിക്കൂർ സമയമായിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു 3/4 മണിക്കൂർ സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടെ 1-2 മിനിറ്റ് സമയം ഒന്ന് കുഴച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഒരു ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ കുരു ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് അങ്ങ് തിന്നായി പോകരുത്, ചെറിയൊരു കട്ടിയുള്ള രീതിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രഷ് കൊണ്ട് ഒരല്പം വെള്ളം ഒന്ന് തൂത്തതിന് ശേഷം നമുക്ക് ഈ കാണുന്നത് പോലെ ആപ്പിൾ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് റോള് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ നമ്മളിതൊന്ന് റോള് ചെയ്തെടുക്കണം. ഇതിൻ്റെ 2 അറ്റ ഭാഗവും നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ അതിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതി ഉണ്ടാകും. ഇനി നമുക്കിതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടോ നമുക്കിതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെക്കണം. 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പാനിലേക്ക് ഇനി ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഇത് ഇത്രയും ഓയിൽ എടുക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഓവൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിതാ ഇത് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയം വരെ നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാം. തീ അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഒരുപാടങ്ങ് തീ കുറച്ച് വെക്കരുത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ല, ഹാർഡായി പോകും കൂടുതൽ നേരം എണ്ണയിൽ കിടന്നു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമുള്ള നമ്മുടെ ആപ്പിളിൻ്റെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ അടുത്ത ബാച്ചും ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓരോ പ്രാവശ്യവും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇത് കരിഞ്ഞു പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എണ്ണയിൽ കിടക്കാനോ പാടില്ല. ഇനി നമുക്കിത് ഇത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് പഞ്ചസാരയിലൊന്ന് ജസ്റ്റ് ഒന്ന് റോള് ചെയ്തെടുക്കാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം മിൽക്ക് മെയ്ഡ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിലും കാണിച്ചു തരുന്നുണ്ട്. പഞ്ചസാരയിൽ റോള് ചെയ്തും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയാണോ കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കയ്യിലുള്ള നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഓരോന്നും നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരാനും മറക്കരുത്. അപ്പം അടുത്ത റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.